നമസ്കാരം. മീഡിയ ഭാരതിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തൻ്റേതായ അഭിനയ ശൈലി കൊണ്ട് മലയാളികളെ മാത്രമല്ല ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരെ അത്ഭുതപ്പെടുത്തിയ ഒരു അതുല്യ കലാകാരനാണ് ശ്രീ മുരളി. സംസ്ഥാന ദേശീയ അവാർഡുകൾ നൽകി അദ്ദേഹത്തെ ഭരത് മുരളിയായിട്ട് ആദരിച്ചു. പക്ഷേ മരണശേഷം അദ്ദേഹം അനുഭവിക്കുന്ന ഒരു അവഗണനയാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ നമ്മൾ നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ അരുവിക്കര എന്ന സ്ഥലത്താണ്. അരുവിക്കര ഡാം പോലെ തന്നെ വളരെ പ്രശസ്തമായൊരു വീടിന് മുന്നിലാണ്, ഒരു അനശ്വര കലാകാരൻ താമസിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ വീടിന് മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. മറ്റാരുമല്ല, 2002 മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം നേടിയ നെയ്ത്തുകാരൻ എന്ന ചിത്രത്തിലൂടെ ആ അവാർഡ് മലയാളത്തിലേക്ക് കൊണ്ടുവന്ന ശ്രീ ഭരത് മുരളി. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ആരും നോക്കാനില്ലാതെ വളരെ അനാഥമായി കിടക്കുന്ന ഒരവസ്ഥ നമുക്കിപ്പോൾ കാണാം. ബഹുമാനപ്പെട്ട ഭരത് മുരളി സാറ് ഇവിടെ വരികയും ഈ നാടുമായിട്ട് ഒരു ബന്ധം ഉണ്ടാക്കുകയും ചെയ്തു. ഈ നാട്ടിലെ ഈ റോഡിൻ്റെ വികസനത്തിനും അദ്ദേഹം ഒരു കണ്ണിയായിരുന്നു. അതിലുപരി അദ്ദേഹം ഈ നാട്ടുകാരോട് വളരെ നല്ലതായിട്ടാണ് ഇടപെട്ടുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയായിരുന്നു. അദ്ദേഹം മരിച്ചു, ഇവിടെ കൊണ്ടുവരിക അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ഇവിടെയായിരുന്നു, ഇവിടെ കൊണ്ട് അടക്കം കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ സ്മൃതിമന്ദിരം സർക്കാർ ചെലവിലാണ് കെട്ടിയത്. സർക്കാരിൻ്റെ അന്നത്തെ കേരള ഗവൺമെൻറ് മുൻകൈ എടുക്കുകയും അത് ഇവിടെ അദ്ദേഹത്തിന് ശവകുടീരമായി അതിനെ നിർമ്മിക്കുകയും ചെയ്തിരുന്നു. നല്ല പൈസ മുടക്കിയാണ് സർക്കാർ അത് ചെയ്തത്. നമ്മുടെ ഇവിടുത്തെ പ്രാദേശിക നേതാവായ KS സുകുമാറും അന്നിരുന്ന പഞ്ചായത്ത് പ്രസിഡൻറ്റും സുമാൻ അവർകൾ, ഇവിടുത്തെ വാർഡ് മെമ്പർ, എല്ലാ പേരും സഹകരിച്ചുകൊണ്ടാണ് ഈ പദ്ധതി ഇവിടെ സർക്കാരിൻ്റെ മുഴുവൻ പോലീസും അല്ലെങ്കിൽ ഫയർഫോഴ്സും മറ്റെല്ലാ സംവിധാനങ്ങളും ചെയ്തുകൊണ്ട് 10,000-കണക്കിന് ആൾക്കാരാണ് പങ്കെടുത്ത ഒരു പരിപാടിയായിരുന്നു ഇവിടെ നടന്നത്. ഈ നാട്ടിൻ പ്രദേശത്ത് ആദ്യമാണ് ഇങ്ങനൊരു സംഭവം തന്നെ നടന്നത്. ആ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയായിരുന്നു ഇതുണ്ടായിരുന്നത്. ആ ഓർമ്മയെ അവർക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ കുറച്ച് സ്ഥലമെങ്കിലും, അതായത് 12 വർഷക്കാലം വർഷം തോറും സർക്കാരിൻ്റെ ഇതിൽ ഇവിടെ നടത്തിക്കൊണ്ടിരുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മ പുതുക്കൽ നടത്തിക്കൊണ്ടിരുന്നതാണ്. പക്ഷെ അത് ഇപ്പോൾ ഇല്ല. അദ്ദേഹം എന്ന് പറയുന്ന ഒരു മഹാനടൻ ഈ നാടിനോടൊപ്പം തന്നെ മറന്നു പോയിരിക്കുകയാണ്. ഓർമ്മിക്കാൻ ഇപ്പോൾ ഈ നാട്ടുകാർക്ക് ഓർമ്മിക്കാൻ ഒന്നുമില്ല. അദ്ദേഹം വരികയും നീണ്ടകാലം ഇവിടെ ഈ നാടുമായിട്ട് ബന്ധപ്പെടുകയും ചെയ്ത അദ്ദേഹത്തിനെ ഈ കേരളക്കര മുഴുവൻ, നമ്മുടെ രാജ്യം തന്നെ ആദരിച്ച മനുഷ്യനെ ഇപ്പോൾ ഒരു ഓർമ്മയില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ചു. എന്താണ് അവരുടെ ഇതെന്ന് നമുക്കറിയില്ല. പക്ഷേ സർക്കാർ ഇപ്പോൾ ഇതിനകത്തൊന്നും ചെയ്യുന്നില്ല. ഇവിടെ ഇല്ലാത്തതുകൊണ്ട് എല്ലായിടത്തും മാറ്റേണ്ടി അറിയുമ്പോൾ ഓർമ്മ പോലും, വർഷം തോറുമുള്ള ഓർമ്മ പുതുക്കൽ പോലും ഇല്ല. ആ ഒരവസ്ഥയിലേക്ക് എത്തിച്ചതാണ്. അങ്ങനെ ഒരുപാട് നാളുകൾ ഇവിടെ താമസിച്ച അദ്ദേഹത്തിൻ്റെ ഒരു അന്ത്യാഭിലാഷവും കൂടിയായിരുന്നു തൻ്റെ അന്ത്യവിശ്രമം ഇവിടെ തന്നെ ആകണമെന്നുള്ളത്. അങ്ങനെ അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ മണ്ണിൽ ഒരു സ്മൃതി മണ്ഡപമൊക്കെ ഉണ്ടാക്കുകയും തുടർന്ന് നാട്ടുകാരൊക്കെ തന്നെ ഒരുപാട് പരിപാടികളും മറ്റുമൊക്കെ ആയിട്ട് ഇവിടെ ഒത്തുകൂടുന്ന ഒരു സമയമുണ്ടായിരുന്നു. പക്ഷേ കാലക്രമേണ കുടുംബാംഗങ്ങൾ തന്നെ ആ സ്മൃതി മണ്ഡപമൊക്കെ ഇന്ന് കാണാൻ പോലും കഴിയാത്ത വിധത്തിലേക്ക് പൊളിച്ചു മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്.